ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ്സിൻ്റെ 2025 വാർഷിക പരീക്ഷ തജ്വീദുൽ ഖുർആൻ നടത്തിയതിൻ്റെ ചോദ്യപേപ്പറും ആൻസർ കീയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ വായിച്ച് ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പം കോളത്തിൽ ശരിയടയാളപ്പെടുത്താൻ എന്താണ് ചോദ്യം വന്നത്? സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്ത് ഓതണം. സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്യണമെങ്കിൽ സാക്കിനായ മീമിന് ശേഷം ബാവും മീമും അല്ലാത്ത ഏത് അക്ഷരത്തിൻ്റെ ഉദാഹരണം വന്നാലും ഇൽഹാർ ചെയ്ത് ഓതണം എന്നാണ്. അപ്പോൾ അതിൽ മീമിന് ശേഷം തോ വന്നത് ടിക്ക് ചെയ്യാം. അടുത്തത് തൻവീനിനെ ഇഖ്ഫാ ചെയ്തത് ഓതണം. തൻവീനിന് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ 15, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നത് ഇവിടെ ജന്നാത്തുൻ തജ്രി എന്നതാണ് ടിക്ക് ചെയ്യേണ്ടത്. അടുത്തത് സാക്കിനായ നൂനിന് ശേഷം ബാ വന്നാൽ ഇക്ലാബ് ചെയ്യണം. അടുത്തത് തൻവീനു ശേഷം ഈ അക്ഷരങ്ങൾ വന്നാൽ തൻവീനെ വെളിവാക്കണം. വെളിവാക്കേണ്ടത് ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ അവിടെ ഐന് ഹ. ചേർത്തി ഓതലാണ് നല്ലത് എന്ന് സൂചിപ്പിക്കുന്നത് സില. സ്വാദ് ലാമം കൂടിയുള്ള സില. അടുത്തതാ സാക്കിനായ നൂനിന് ശേഷം വാവ് വന്നെങ്കിലും ഇദ്ഗാം ബിഉന്ന ചെയ്യരുത്. കാരണം എന്താണ്? അവിടെ ഇദ്ഗാമും ബിഉന്ന ചെയ്യരുത്. കിൻവാനുൻ എന്നതിലെ ഇൽഹാർ മുത്ലക്കാണ്. അപ്പോൾ അവിടെ കിൻവാൻ എന്നതാണ്. അടുത്തത് എന്താണ്? മുഹമ്മദുർ റസൂലില്ലാഹി എന്നതിൽ തൻവീനിൻ്റെ നിയമം. തൻവീനിന് ശേഷം റാ വന്നു. അപ്പോൾ ഇദ്ഗാമും ബിലാ ഉന്ന. അടുത്തത് ഇക്ലാബിനെ സൂചിപ്പിക്കാൻ മുസഫിൽ കാണുന്ന ചിഹ്നം ഏതാണ്? അപ്പോൾ അവിടെ മീമാണ്. അടുത്തത് മറച്ചു മണിക്കൽ എന്നാണ് അർത്ഥം. മറച്ചു മണിക്കൽ ഇഖ്ഫാ. അടുത്തത് നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്ത് ഓതണം. നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്ത് ഓതണം. ഇക്ലാബ് മിംബഅദി എന്നതാണ് അവിടെ. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. അടുത്തത് ചേരുംപടി ചേർക്കാൻ വന്നത് എന്താണ്? നസാഅത്തുൻ ലിഷവാ. അവിടെ തൻവീന് ശേഷം ലാമു വന്നു. അപ്പോൾ അവിടെ ഇദ്ഗാമും ബിലാ ഉന്ന ചെയ്യണം എന്ന ഓപ്ഷൻ സി. അടുത്തത് മിൻ ഖബലിക്കും. നൂനിന് ശേഷം ഖാഫ് വന്നു. അപ്പോൾ അതവിടെ സാക്കിനായ നൂനിനെ ഇഖ്ഫാ ചെയ്യണം എന്ന ഓപ്ഷൻ എ. അടുത്തത് ഹിക്മത്തും ബാലിയ. തൻവീന് ശേഷം ബാ വന്നാൽ തൻവീനെ ഇക്ലാബ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. അടുത്തത് വലഹും ഫിഹ. സാക്കിനായ മീമിന് ശേഷം ഫാ വന്നു. അവിടെ എന്താണ്? സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്യണം എന്ന ഓപ്ഷൻ ബി. അടുത്ത എന്താണ്? പൂരിപ്പിക്കാനാണ്. സാക്കിനായ നൂനിന് ശേഷം ദാല് വന്നാൽ നൂനിനെ ഇഖ്ഫാ ചെയ്യണം. അടുത്തത് തൻവീനിന് ശേഷം ബാ വന്നാൽ തൻവീനിനെ മീമാക്കി മറിച്ചു മണിച്ചോതണം. ഇക്ലാബാണ്. ഇക്ലാബിനെ മറിച്ചു മണിച്ച് ഓതണം. അടുത്തതാ സാക്കിനായ നൂനിന് ശേഷം ഐന് വന്നാൽ നൂനിനെ ഇൽഹാർ ചെയ്യണം. അടുത്തത് ഐനുൻ ജാരിയ എന്നതിൽ നൂനിന് ശേഷം ജീമു വന്നാൽ അവിടെ ഇഖ്ഫാ ചെയ്യണം. അടുത്തത് തൻവീന് ശേഷം ലാമ് വന്നാൽ തൻവീനിനെ ഇദ്ഗാമും ബിലാ ഉന്ന ചെയ്യണം. അടുത്ത ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. സാക്കിനായ മീമിന് എത്ര വിധികളുണ്ട്? 3 വിധികളുണ്ട്. അടുത്തത് നിർത്തൽ ഏറ്റവും നല്ലത് എന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് കില, കാഫുല്ലാമും. അടുത്തത് മിൻഹും ബത്ഷ. ഇതിൽ സാക്കിനായ മീമിൻ്റെ വിധി. മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ. അടുത്തത് മൻ ത്വാ എന്നതിൽ സാക്കിനായ നൂനിൻ്റെ വിധി. നൂനിന് ശേഷം തോ വന്നാൽ ഇഖ്ഫാ. അടുത്തത് യൗമ ഇദിൻ ബാസിറ. അവിടെ തൻവീന് ശേഷം ബാ ഇക്ലാബ്. അവിടെ എന്താ വിധി എന്നാണ്? തൻവീനിൻ്റെ വിധി ഇക്ലാബ്. അടുത്തതിന് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. സാക്കിനായ അക്ഷരങ്ങൾക്ക് ശേഷമുള്ള ഹംസയെ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണ്? ഇല്ലെങ്കിൽ ഹംസ നഷ്ടപ്പെടുകയും സുക്കൂനുള്ള അക്ഷരത്തിന് ശദ്ദ് വരികയും ചെയ്യും.
അടുത്തതാ സാക്കിനായ നൂനിനെ ഇക്ലാബ് ചെയ്യണം എപ്പോൾ? സാക്കിനായ നൂനിനെ ഇക്ലാബ് ചെയ്യേണ്ടത് എപ്പോഴാണ്? സാക്കിനായ നൂനിന് ശേഷം ബാ വന്നാൽ, നൂനിന് ശേഷം ബാ വന്നാൽ ഇക്ലാബ് ചെയ്യണം. അടുത്ത തൻവീനിനെ ഇദ്ഗാമും ബിലാ ഉന്ന ചെയ്യണം എപ്പോൾ? എപ്പോഴാണ്? തൻവീനിന് ശേഷം ലാമ് റാ എന്നീ അക്ഷരങ്ങൾ വന്നാൽ തൻവീനിനെ ഇദ്ഗാമും ബിലാ ഉന്ന ചെയ്യണം. അടുത്തത് സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്യണം എപ്പോൾ? സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. ഇനി ഇവിടെ 5 വരി കുറയാതെ എഴുതാമെന്ന് ഇൽഹാർ മുത്ലക്കിനെ കുറിച്ചിട്ടാണ്. എന്തായിരുന്നു ഇൽഹാർ മുത്ലക്ക്? സാക്കിനായ നൂനും ഇദ്ഗാമും ബിഉന്നയുടെ അക്ഷരവും ഒരേ കലിമത്തിൽ ചേർന്ന് വന്നാൽ ഉണ്ടാകുന്നതാണ് ഇൽഹാർ മുത്ലക്ക്. ഇവിടെ ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ്. ഖുർആനിൽ ഈ വിധം 4 സ്ഥലങ്ങളിലാണ് ചേർന്ന് വരുന്നത്. കിൻവാനുൻ, സിൻവാനുൻ, ബുന്യാനുൻ, ദുന്യാ എന്നിവയിൽ മാത്രമാണ് ഇൽഹാർ മുത്ലക്ക് വരുന്നത്. അത്രയും നമുക്ക് ഇൽഹാർ മുത്ലക്കിനെ കുറിച്ച് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചതാണ്. എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് തജ്വീദുൽ ഖുർആൻ ചോദ്യപേപ്പറിൽ വന്നത്. എല്ലാവരും ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കും. ഇതൊക്കെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ്. ഞാനപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വരുന്ന വേർഡ്സുകൾ മാത്രമാണ് മാറുന്നത്, ചോദ്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതട്ടെ. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.